ഇത്രയധികം കാൽക്കുലേറ്റഡ് ആയ ഒരു നേതാവ് ഇന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് വി ഡി സതീശനാണ്. ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തുപകർന്ന വിജയം നേടിക്കൊടുത്ത ഉജ്ജ്വല വിജയം നേടിക്കൊടുത്ത വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഞങ്ങൾ ഈ ജനത ഒറ്റടക്കം ആവശ്യപ്പെടുകയാണ്. വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞുകൊണ്ട് ആലുവയിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കേവലം പറവൂരിന്റെ എംഎൽഎ എന്ന ഒറ്റ അംഗീകാരം കൊണ്ട് കേരള രാഷ്ട്രീയത്തില് 5 വർഷക്കാലങ്ങൾക്ക് ശേഷം നീലസാഗരങ്ങളെ വൻതിരകളെ വാരിപ്പടരുന്ന തീരപ്രദേശവും കച്ചക്കെട്ടടിഞ്ഞ് തെളിഞ്ഞു നിൽക്കുന്ന ഹരിതഭൂമിയും മൂടൽമഞ്ഞിന്റെ പഞ്ഞിക്കുകളും ഒക്കെ അങ്ങനെ പാർട്ടി ഗ്രാമങ്ങളും പാർട്ടി കോട്ടകളും ഏപ്രിൽ 9 കേരള ജനത വിധിയെഴുതിയപ്പോ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് വരുമ്പോ 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി സത്തോടുള്ള ഭരണവിരുദ്ധ വികാരം മാത്രമാണ് ഈ ജനവിധി എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ട്. 5 വർഷക്കാലം ഒരു നാടിനെ എങ്ങനെ ഭരിക്കണമെന്ന ദീർഘവീക്ഷണം കൊണ്ട് കൃത്യമായ നിലപാടുകൾ കൊണ്ട് പല ദിശകളിൽ പല ഗ്രൂപ്പുകളിൽ സഞ്ചരിച്ചിരുന്ന നേതാക്കളെ എന്നടക്കം 100-ലധികം സീറ്റുമായി വിജയിച്ചാൽ അത് ടീം UDFന്റെ വിജയവും ഇനി പരാജയപ്പെട്ടാൽ അത് തന്നെ വ്യക്തിപരമായ പരാജയവുമായി കണ്ട് രാഷ്ട്രീയ ജീവിതവും അവസാനിപ്പിച്ച വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ കേരള ജനതയെ ഇനിയുള്ള കാലവും നയിക്കേണ്ടത് കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായി കേരളത്തെ നയിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ വി ഡി സതീശൻ തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തിന്റെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും പ്രസ്ഥാനത്തെയും ഇനിയുള്ള കാലം കേരളം നയിക്കാൻ, ഇനിയുള്ള കാലം കേരളത്തെ നേരോടെ നയിക്കാൻ നിലപാടുള്ള വി ഡി സതീശൻ തന്നെ കേരളത്തിന് അനിവാര്യമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, ജനാധിപത്യ വിശ്വാസികളെ, 10 കൊല്ലക്കാലം കിരാതഭരണം അനുഭവിച്ച കേരള ജനത ഇന്നൊരു മോചനം നേടിയിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഛിന്നഭിന്നമായ ഈ UDF സംവിധാനത്തെ രാമായണം വർക്ക് ചെയ്തുകൊണ്ട് അങ്ങേറ്റം പണിയെടുത്തുകൊണ്ട് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ഈ UDF മുന്നണിയെ അധികാരത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇത്രയധികം കാൽക്കുലേറ്റഡ് ആയ ഒരു നേതാവ് ഇന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം 100+ സീറ്റുകൾ വാങ്ങി 12 മന്ത്രിമാർ ചുരുങ്ങിയത് തോൽക്കുമെന്ന് നേരത്തെ കൂട്ടി കണക്ക് കൂട്ടിയ ഒരു വിദഗ്ധൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. എന്തായാലും ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് വി ഡി സതീശനാണ്. ആ വി ഡി സതീശൻ ഇന്ന് കേരള മുഖ്യമന്ത്രി ആവേണ്ടത് കേരള ജനതയുടെ ആവശ്യമാണ്. അത് സാധിച്ചില്ലെങ്കിൽ ഈ ഹൈക്കമാൻഡോ മറ്റുള്ളവരോ കേരള ജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അപരാധമായിരിക്കുമെന്ന് ഞാൻ ഇത് ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് വി ഡി സതീശൻ കേരളത്തിൽ വരേണ്ട ആവശ്യകത വളരെയധികം ഫോക്കസോട് കൂടിയുള്ള ഒരു ഭരണമായിരിക്കും അദ്ദേഹം നടത്തുക. ഇന്ന് ആവശ്യവും അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ചിരിക്കുന്നു. ആ വിശ്വാസത്തെ 2016 49 സീറ്റുമായി നഷ്ടപ്പെട്ട് 2021 40 സീറ്റിലേക്ക് അധപതിച്ച് പോയിട്ട് ഒരിക്കൽ കൂടെ വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രസ്ഥാനത്തിന് ഒട്ടേറെ പ്രതിപക്ഷ നേതാവാകും എന്ന് കരുതിയെടുത്ത് ഒരിക്കലും ഒരു മന്ത്രി പോലുമായി അനുഭവ സമ്പത്തില്ലാതെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ
നിരന്തരമായി അച്ചടിച്ചു വന്നിരുന്ന PR വാർത്തകളിൽ ഒന്നും തന്നെ പറയത്തക്ക പിന്തുണ നൽകാതെ കേവലം പനവൂരിന്റെ MLA എന്ന ഒറ്റ അംഗീകാരം കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ 41 MLA-മാരെ മാത്രം അങ്ങനെ പാർട്ടി ഗ്രാമങ്ങളും പാർട്ടി കോട്ടകളും തച്ചു തകർത്ത് ചെങ്കൊടികളൊക്കെയും താഴ്ത്തിക്കെട്ടി മൂവർണ്ണ കൊടി അങ്ങനെ പാറിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലതെറ്റപ്പൻ സഖാവ് പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ആദ്യത്തെ 6 റൗണ്ട് തിരഞ്ഞെടുപ്പിന്റെ വോട്ടുകൾ എണ്ണുമ്പോഴും 6 റൗണ്ടിലും സഖാവ് പിണറായി വിജയനെ പോലും പിന്നിൽ നിർത്തിയ പൊളിറ്റിക്കൽ ബ്രില്യൻസിന്റെ പേര് സാക്ഷാൽ VD സതീശൻ. പനവൂരിന്റെ പ്രിയങ്കരനായ MLA VD സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം കേരള ജനതയെ കേരളത്തിന്റെ രാഷ്ട്രീയ ചാണക്യൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മാത്രം വിജയമാണ് ഇന്ന് കേരളത്തിലെ 100-ലധികം സീറ്റുകൾ നേടി UDF സംവിധാനം വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. പണിയെടുത്തവൻ, പടനയിച്ചവൻ കേരളം ഭരിക്കട്ടെ എന്നാണ് കേരള ജനതയുടെ ആവശ്യം. ഹൈക്കമാൻഡിന്റെയും മറ്റ് സംവിധാനങ്ങളെയും എല്ലാം സ്വാധീനിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന ആളുകൾ കേരളത്തിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും കേരള ജനതയുടെയും UDF പ്രവർത്തകരുടെയും വികാരം. ഈ വികാരം കാണാതെ പോകരുത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി 10 കൊല്ലക്കാലം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഒഴിഞ്ഞിക്കിടന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സടകുടഞ്ഞെഴുന്നേൽപ്പിച്ച് കേരളത്തിലെ ഇന്ന് വൻ വിജയത്തിലേക്ക് നയിച്ച VD സതീശനെ തഴഞ്ഞുകൊണ്ട് UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം, AICC നേതൃത്വം ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തിയാൽ കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പ്രവർത്തകരാണ് ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ പണിയെടുത്ത ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന വിജയം നേടിക്കൊടുത്ത, ഉജ്ജ്വല വിജയം നേടിക്കൊടുത്ത VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഞങ്ങൾ ഈ ജനത ഒറ്റടങ്കം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. നിലപാടിന്റെ രാജകുമാര VD സതീശൻ നയിക്കട്ടെ.